ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മുടെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്കുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ അപേക്ഷ കൊടുക്കാനുള്ള ദിവസങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി പഠിച്ചു തുടങ്ങാനുള്ള ഒരു സമയമാണ്. ജസ്റ്റ് ഒന്ന് സിലബസ് നമുക്ക് നോക്കാം. അപ്പോൾ കൂടുതൽ പോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളതാണ്. സാലറി എന്ന് പറയുന്നത് മികച്ച ഒരു സാലറിയാണ്. ഒരു ഹൈസ്കൂൾ അധ്യാപകന് കിട്ടുന്ന അതേ ഒരു സാലറി തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. 43,300 തൊട്ട് 87,000 വരെയുള്ള മികച്ച ഒരു സാലറിയാണ്. ഇതേ പോസ്റ്റ് തന്നെ നിങ്ങൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, സാധാരണ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ ലാബ് അസിസ്റ്റന്റ് എന്നുള്ള ഒരു പോസ്റ്റാണ്. പക്ഷെ അദ്ദേഹത്തെക്കാൾ കൂടുതൽ സാലറി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. SC/ST കാർക്ക് അതിന്റെ ആ ഒരു റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പോളിടെക്നിക് ഡിപ്ലോമ അല്ലെങ്കിൽ BTech ആണ്. ട്രിപ്പിൾ ബ്രാഞ്ചിലേക്കുള്ള ആ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ BTech ആണ് അതിന്റെ ആ ഒരു യോഗ്യത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ സിലബസിലേക്ക് വരാം. 100 മാർക്കിന്റെ OMR പരീക്ഷയാണ് ഇതിന്റെ ആ ഒരു സിലബസിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. നമ്മുടെ ആ ഒരു +2 ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക് ഒക്കെയാണ്. വോൾട്ടേജ് എന്താണ്, കറണ്ട് എന്താണ്, ഓംസ് ലോ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മൊഡ്യൂൾ 1 വരുന്നത്. മൊഡ്യൂൾ 1 നിന്ന് 10 മാർക്കാണ് വരുന്നത്. ഇനി മൊഡ്യൂൾ 2ലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇലക്ട്രോ മാഗ്നറ്റിസം അതുപോലെ തന്നെ ഇലക്ട്രോ സ്റ്റാറ്റിക്സ് എന്നുള്ള 2 ടോപ്പിക്കാണ് മൊഡ്യൂൾ 2 വരുന്നത്. അവിടെയും 10 മാർക്കാണ്. നമ്മൾ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ സിലബസ് തുടങ്ങുന്നത്. ലോ ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, പെർമിറ്റിവിറ്റി, ഇലക്ട്രിക് ഫ്ലക്സ്, ഫ്ലക്സ് ഡെൻസിറ്റി, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇക്വേഷൻസ് ആൻഡ് സിമ്പിൾ പ്രോബ്ലം. നമുക്കൊരു NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ആ ഒരു ബേസിൽ നിന്ന് അവിടെ ഡെവലപ്പ് ആയിട്ട് വരുന്ന ആ ഒരു രീതിയിലാണ് അവിടെ സിലബസ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ മൊഡ്യൂൾ 3ലേക്ക് വരികയാണെങ്കിൽ ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം, AC സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ജനറേഷൻ ഓഫ് AC വോൾട്ടേജ്, ഇക്വേഷൻ ഓഫ് വോൾട്ടേജ്, ബേസിക് ടൈംസ്, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി സൈക്കിൾ, ടൈം പീരീഡ്, ആവറേജ് വാല്യൂ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, RMS വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ ഇക്വേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി മൊഡ്യൂൾ 4ലേക്ക് വരികയാണെങ്കിൽ മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, ഇൻസ്ട്രുമെന്റേഷൻ ഭാഗത്ത് നിന്നുള്ള ഉപകരണങ്ങളുമായിട്ടുള്ള അപ്പാരറ്റസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മൊഡ്യൂൾ 4ൽ വന്നേക്കുന്നത്. വേരിയസ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, എല്ലാവർക്കും ഫണ്ടമെന്റൽ ആയിട്ടുള്ള അറിയാവുന്നിട്ടുള്ള വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, എനർജി മീറ്റർ, വാട്ട് മീറ്റർ, സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് പവർ മെഷർമെന്റ്, അങ്ങനെയുള്ള മെഷർമെന്റ്സ് ഒക്കെയാണ് ഈ ഒരു മൊഡ്യൂൾ 4ൽ വരുന്നത്. ഓക്കെ, അത് തന്നെ മൾട്ടിമീറ്റർ പറയുന്നുണ്ട്, CT പറയുന്നുണ്ട്, PT ഉണ്ട്, അങ്ങനെയുള്ള വളരെ പാടൊന്നും ഇല്ലാത്ത ഒരു കാര്യമൊക്കെയാണ് അവിടെ പറയുന്നത്. ഇനി നമ്മൾ മൊഡ്യൂൾ 5ലേക്ക് വരികയാണെങ്കിൽ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യമല്ല, സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം അവിടെ പറയുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ബാറ്ററീസും സോളാർ സെല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് റിക്വയർഡ് ഫോർ എ ഗിവൻ പവർ റിക്വയർമെന്റ്സും, അതോടൊപ്പം തന്നെ ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെയാണ് മൊഡ്യൂൾ 5ൽ വരുന്നത്. ഇനി മൊഡ്യൂൾ 6ലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വയറിംഗ് ആക്സസറി അല്ലെങ്കിൽ വേരിയസ് വയറിംഗ് സിസ്റ്റം, അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഫ്യൂസിനെ പറ്റി പറയുന്നുണ്ട്, കാട്രിഡ്ജ്, HRC, സ്വിച്ചസിനെ പറ്റി പറയുന്നുണ്ട്, എർത്തിങ്ങിനെ പറ്റി പറയുന്നുണ്ട്, ഇലക്ട്രിക്കൽ ഇലുമിനേഷനെ പറ്റി പറയുന്നുണ്ട്, എർത്തിങ് പൈപ്പ് ആൻഡ് പ്ലേറ്റ് എർത്തിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൊഡ്യൂൾ 6ൽ പറയുന്നത്. ഇനി മൊഡ്യൂൾ 7ലേക്ക് വരികയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് DC മെഷീൻസ്, DC ജനറേറ്റർ എന്താണ്, DC മോട്ടർ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മൊഡ്യൂൾ 7ൽ പറയുന്നത്. ഇനി മൊഡ്യൂൾ 8ലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മൊഡ്യൂൾ 7ൽ നമ്മൾ DC മെഷീൻസ് ആണെങ്കിൽ, മൊഡ്യൂൾ 8ലേക്ക് വരികയാണെങ്കിൽ അവിടെ നമ്മൾ AC മെഷീൻസ് എന്നുള്ള ആ ഒരു പോർഷൻ ആണ് അവിടെ പറയുന്നത്. അത് തന്നെ ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കും, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഉണ്ടായിരിക്കും, 3 ഫേസ് സിങ്ക്രോണസ് മോട്ടർ ഉണ്ടായിരിക്കും, സിംഗിൾ ഫേസ് ആൻഡ് FH മോട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് AC മെഷീൻസ് എന്നുള്ള ആ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ മൊഡ്യൂൾ 9ലേക്ക് വരുമ്പോൾ മൊഡ്യൂൾ 9ഉം 10ഉം ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ നമ്മൾ ആദ്യം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിക്കുന്നുണ്ട്. നമ്പർ സിസ്റ്റം, ലോജിക് ഗേറ്റ്, ആൻഡ് ഓർ നോട്ട്, NAND, NOR, ഡിമോർഗൻസ് തിയറം തൊട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് അവിടെയും തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം മൊഡ്യൂൾ 10ലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആയിരുന്നെങ്കിൽ ഇവിടെ അത് പവർ ഇലക്ട്രോണിക്സ് ആണ്. ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയേഴ്സ്, വിത്ത് ആൻഡ് വിത്തൗട്ട് ഫിൽറ്റേഴ്സ്, UJT റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ്, FET, JFET മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ മൊഡ്യൂൾ 10ൽ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മൊത്തം 10 മൊഡ്യൂളുകളുടെ, ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക് വീതമുള്ള 100 മാർക്കിന്റെ ആ ഒരു സിലബസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്കുള്ള പുതിയ ബാച്ചുകൾ ആരംഭിച്ചിരിക്കുകയാണ്. പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8089200474 എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.
അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കാനായിട്ട് നമുക്കൊരു ഫ്രീ ഗ്രൂപ്പ് കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.